ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയ കൃഷ്ണായ കൃഷ്ണ ഭക്തായ തദ്ഭക്തായ നമോ നമഃ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ഭഗവാന്റെ മഹാകൃപ കൊണ്ട് നമ്മൾ ശ്രീമദ് ഭാഗവതം എല്ലാ ആഴ്ചയിലും 3 ദിവസം പഠിച്ചു വരുന്നു. ഭഗവാന്റെ മഹാകൃപയാണ്. നമുക്ക് ആഴ്ചയിൽ 7 ദിവസമുണ്ട്. 7 ദിവസത്തിൽ 3 ദിവസം നമ്മൾ ഭാഗവതം ഇവിടെ ഈയൊരു സൂം അമ്പലത്തിലൂടെ ആദികർത്ത പ്രഭുവിൻ്റെ മഹാകൃപ കൊണ്ട് നമ്മൾ എല്ലാവരും പഠിച്ചു വരുന്നു. സൂം ടെമ്പിളാണിത്. സൂം ടെമ്പിളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ 2ാമത്തെ അധ്യായം ആരംഭിച്ചു. 2ാമത്തെ അധ്യായം ഭാഗവതം പ്രഥമസ്കന്ധം. സൂത ഗോസ്വാമി ഒരുപാട് സന്തോഷത്തിലാണ് ഇരിക്കുന്നത്, അല്ലേ? ശൗനകാദി ഋഷിമാരുടെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം തോന്നി. ആ സന്തോഷത്തോടു കൂടി ഒരുപാട് സംതൃപ്തി, സന്തോഷം എല്ലാം അദ്ദേഹത്തിന് തോന്നി. കാര്യം എന്താണ്? ചോദിക്കുന്ന ചോദ്യങ്ങൾ ഭഗവാനെക്കുറിച്ചാണ്. ഭഗവാനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. മാത്രമല്ല, ഭഗവാനെക്കുറിച്ച് പറയാനുള്ളൊരവസരം കൂടിയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. എല്ലാം കൊണ്ടും നോക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് സന്തോഷത്തിലായി. അങ്ങനെ സൂത ഗോസ്വാമി ആൻസർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഉത്തരം പറഞ്ഞു തുടങ്ങുന്നു, അല്ലേ? 6 ചോദ്യങ്ങൾ ചോദിച്ചു, അതിൻ്റെ ഉത്തരങ്ങൾ തുടങ്ങാൻ പോകുന്നു അദ്ദേഹം. സൂത ഗോസ്വാമി തുടങ്ങുന്നത് എങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ശ്രീല ശുകദേവ് ഗോസ്വാമിയെ സ്തുതിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഗുരു മഹാരാജിനെ സ്തുതിച്ചുകൊണ്ടാണ് സൂത ഗോസ്വാമി ആരംഭിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് സംബന്ധിച്ച കുറച്ച് പാഠങ്ങളും ലെസൺസും എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. യഥാർത്ഥ വൈഷ്ണവർ ആരാണ് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ 3ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് പഠിക്കാം ഇന്ന്. ഓക്കെ, ശ്ലോകം 3, അധ്യായം 2, സ്കന്ധം 1. യാസ്വാനുഭാവാം അഖില ശ്രുതിസാരമേകം അധ്യാത്മദീപം അതിഥി ശതാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. യാസ്വാനുഭാവം അഖില ശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിർശതാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. ഓക്കെ, ശ്രീദേവി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്യാനുഭാവം അഖില ശ്രുതിസാരമേഘം അധ്യാത്മദീപ അതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം കൂടെ വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം ബൈ ശ്രീല പ്രഭാകർ കി ജയ്. ഹരേ കൃഷ്ണ. ഭൗതിക ആസ്തിത്വത്തിന്റെ കൊടും തമോ തലങ്ങളെ തരണം ചെയ്യാൻ യത്നിച്ചുകൊണ്ടിരിക്കുന്ന മൂഢ ഭൗതികവാദികൾക്ക് അഹേതുമായ അപാര കൃപയാൽ അനുഭാവങ്ങളിലൂടെ സാംശീകരിച്ച വേദവിജ്ഞാന ഉത്തമ അംശമായ ഈ അതീവ രഹസ്യ പരിശിഷ്ടം അരുളി ചെയ്ത വ്യാസദേവസുതനും അഖില മുനിശ്രേഷ്ഠരുടെ ആത്മീയ ആചാര്യനുമായ ശുകദേവ ഗോസ്വാമിയെ ഞാൻ സാദരം പ്രണമിക്കുന്നു. ഈ ശ്ലോകത്തിൽ ശ്രീല സൂത ഗോസ്വാമി ശ്രീമദ് ഭാഗവതത്തിലെ സമ്പൂർണ്ണ ഭാവാർത്ഥം വേണ്ട, സാരമില്ല, ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇവിടെ ശുകദേവ് ഗോസ്വാമിയെ സ്തുതിച്ചുകൊണ്ട് കഴിഞ്ഞ ശ്ലോകത്തിലും ശുകദേവ് ഗോസ്വാമിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങാൻ പോകുന്നു. ഇവിടെ വീണ്ടും അദ്ദേഹം പറയുന്നു, ശുകദേവ് ഗോസ്വാമി ആധ്യാത്മിക ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും, എല്ലാ സാധുക്കളുടെയും പറയുന്നു അദ്ദേഹം ഗുരുവാണെന്നുള്ളത്.
കാര്യം എല്ലാവരുടെയും ഗുരു എന്ന് പറയാൻ കാര്യം ശ്രീമദ് ഭാഗവതം അദ്ദേഹത്തിൻ്റെ തിരുമുഖത്തിൽ നിന്നാണ് വരുന്നത്, അല്ലേ? പരീക്ഷത്ത് മഹാരാജാവ് കേൾക്കുന്നു, ബാക്കിയുള്ള ഒരുപാട് ഋഷിവര്യന്മാർ സാധുക്കളും കൂടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്, സൂതഗോസ്വാമിയും മറ്റുള്ള ഋഷിവര്യന്മാരും. ആ കൂട്ടത്തിൽ വ്യാസദേവനുണ്ട്, നാരദമുനിയുണ്ട്, അതേപോലെ വശിഷ്ഠമുനി, വിശ്വാമിത്രമുനി, പരശുരാമൻ. ആരില്ല? എല്ലാവരും ഉണ്ട്, ഇല്ലാത്ത ആരുമില്ല. അത് ആ സഭ. അതിനുശേഷം അതേ ഭാഗവതം തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് കേൾക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. അതുകൊണ്ട് ശുകദേവ് ഗോസ്വാമിയെ ആധ്യാത്മിക ഗുരുവായിട്ട് ഇവിടെ പറയുന്നു. ആ ശുകദേവ് ഗോസ്വാമി അദ്ദേഹം ആധ്യാത്മിക ഗുരു, അല്ലെങ്കിൽ ഗുരു എന്ന് പറയുമ്പോൾ ഗുരുവിന് എപ്പോഴും എല്ലാവരോടും ഒരു കൃപ തോന്നുന്നു. കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു കമ്പാഷൻ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ മഹാകാരുണ്യം, കൃപ. അതായത് നമ്മളെപ്പോലുള്ള ആളുകൾ ഇവിടെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കലിയുഗത്തിലെ ആളുകൾ വിഷമിച്ച് ഒരുപാട് ദുരിതങ്ങളോടെ കടന്നു പോകുന്നു. അങ്ങനെയുള്ള നമ്മൾക്ക് ഒരു സൊല്യൂഷനാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ടാണ് ഇത്രയും അല്ലെങ്കിൽ ഇത്രയും ഇവിടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്, വേറെ ആരും തരുന്നതല്ല. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ആസക്തരായി ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പുറകിൽ പോയി 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 നമ്മളിവിടെ പെട്ടുപോയി ഈ ലോകത്ത്, അല്ലേ? അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ആദിദേവിക ക്ലേശം, ആദിഭൗതിക ക്ലേശം, ആധ്യാത്മിക ക്ലേശങ്ങളും, ജന്മ, മൃത്യു, ജരാവ്യാധി, ഇതെല്ലാം നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളോട് ഒരു മഹാകൃപ തോന്നുവാണ്, ഇവരെ രക്ഷിക്കാനുള്ളൊരു മാർഗം, രക്ഷിക്കാനുള്ള മാർഗമാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ശുകദേവ് ഗോസ്വാമി അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആധ്യാത്മിക ഗുരുവായിട്ട്, എല്ലാവരുടെയും ഗുരുവായിട്ട് പറയുന്നത്. കാര്യം എല്ലാവരുടെയും മുകളിൽ അദ്ദേഹത്തിൻ്റെ മഹാകൃപ, അദ്ദേഹം പരീക്ഷത്ത് മഹാരാജാവിനെ മാത്രം ഉദ്ധരിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല അദ്ദേഹം ഭാഗവതം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ പരീക്ഷത്ത് മഹാരാജാവ് ഒരു മീഡിയം മാത്രമായിരുന്നു. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഭാഗവതം അങ്ങനെയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നു. അതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ശുകദേവ് ഗോസ്വാമി അദ്ദേഹം ഭാഗവതം പറഞ്ഞത്, അദ്ദേഹം ഭാഗവതം അച്ഛനിൽ നിന്ന് കേട്ടിട്ടുണ്ട്, വ്യാസദേവനിൽ നിന്നാണ് കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും. കേട്ട കാര്യം അദ്ദേഹം മനസ്സിലാക്കി, അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ ഭഗവാൻ കൊടുത്തിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി അനുസരിച്ച് അദ്ദേഹം അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് അദ്ദേഹം കേട്ട കാര്യങ്ങൾ, ശാസ്ത്രങ്ങളിലെ എല്ലാ വേദങ്ങളുടെയും സാരം വളരെ, അതായത് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി ഭാഗവതത്തെക്കുറിച്ച് ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരമാണ്, വേദങ്ങളുടെ സാരമാണെന്നുള്ളത്. ഈ സാരമാകുന്ന എല്ലാ വേദങ്ങളുടെയും സാരമാകുന്ന ശ്രീമദ് ഭാഗവതം അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുവാണ്. എന്നാൽ ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത ഇവിടെ പറയുന്നത് എന്താണ്? അധ്യാത്മ ദീപം. അതായത് അധ്യാത്മദീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീന്ദ്ര തലത്തിലുള്ളൊരു ടോർച്ച് പോലെയാണ്. ടോർച്ച് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക? നമ്മൾ എന്തിനാണ് ടോർച്ച് ഉപയോഗിക്കുന്നത്? ഇരുട്ടത്ത് പോകുമ്പോൾ ടോർച്ച് ഉപയോഗിക്കുന്നു, അല്ലേ? നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് എല്ലാവരുടെ കയ്യിലും ടോർച്ച് ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് എല്ലാ വീടുകളിലും ഒരു ടോർച്ച് ഉണ്ടായിരിക്കും. എന്തിനാണ്? കാര്യം അവിടെ എപ്പോഴും കറണ്ട് പോകുന്നു. ഇവിടെ ടോർച്ചിൻ്റെ ഒരു സംഭവമേ ഇല്ല, അങ്ങനെ ഒരു സംഭവം ഒരു വീട്ടിലും ഉണ്ടാവില്ല. കാര്യം ഇവിടെ കറണ്ട് പോകുന്നൊരു പ്രശ്നമില്ല. പിന്നെ വഴിയിലൊക്കെ വെളിച്ചമാണ്, 24 മണിക്കൂറും വെളിച്ചമുണ്ട്. സൂര്യൻ ഉള്ള സമയത്ത് സൂര്യൻ്റെ വെളിച്ചം, അത് കഴിഞ്ഞാൽ ബാക്കി വെളിച്ചമുണ്ട്. എന്നാൽ നാട്ടിൽ അങ്ങനെയല്ല, ടോർച്ചില്ലാതെ നടക്കാൻ സാധിക്കില്ല. ടോർച്ചിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ടോർച്ചിൻ്റെ ഫങ്ഷൻ എന്താണ്? വെളിച്ചം തരിക, ഇരുട്ടത്തുള്ള ആളുകൾക്ക് വെളിച്ചം കൊടുക്കുക എന്നുള്ളതാണ് ടോർച്ച് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഇവിടെ അധ്യാത്മദീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടത്തിരിക്കുന്ന നമ്മൾ എന്ന് പറഞ്ഞാൽ കലിയുഗത്തിൽ നമ്മൾ ഇരുട്ടത്താണ് ഇരിക്കുന്നത്. കാര്യം അന്ധകാരത്തിലാണ്, അറിവില്ല, വേണ്ട ജ്ഞാനമില്ല. നമുക്ക് ഒരു ജ്ഞാനമായി, ഒരു ദീപമായിട്ട്, അധ്യാത്മദീപം അതീന്ദ്രിയമായിട്ടുള്ള ഒരു ടോർച്ചാണ്. സാധാരണ ഇവിടെ ഭൗതിക ലോകത്തിൽ നമ്മുടെ ടോർച്ചുകളല്ല, കമ്പനിയുടെ പേരുകളൊക്കെ ഞാൻ മറന്നു ആക്ച്വലി. എനിവേ, ഇപ്പോൾ ടോർച്ച് ആധ്യാത്മദീപമായിട്ടാണ് ഇവിടെ ഭാഗവതത്തെ പറയുന്നത്. ആ ഭാഗവതം ശുകദേവ് ഗോസ്വാമി പറയുന്നത് അദ്ദേഹം കേട്ട കാര്യം, മനസ്സിലാക്കിയ കാര്യം, അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചറിവുകളും എല്ലാം കൂടെ ചേർത്ത് അദ്ദേഹം പറയുന്നു. ആരോട്? സൂത ഗോസ്വാമിയോട് പറയുമ്പോൾ അതെല്ലാവർക്കും
കേൾക്കാനുള്ള അവസരം കിട്ടുന്നു. അങ്ങനെ അദ്ദേഹത്തെ ആധ്യാത്മിക ഗുരുവായിട്ടും ഇവിടെ വിളിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ശ്ലോകത്തിലെ മെയിനായിട്ടുള്ള പോയിൻ്റ് അതാണ്. ഒന്ന്, ഭാഗവതത്തെ അധ്യാത്മ ദീപമായിട്ട് ഇവിടെ ഉപമിച്ചിരിക്കുന്നു. 2, ശുകദേവ് ഗോസ്വാമി അദ്ദേഹം കേട്ട കാര്യം ഗുരുവിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ഗുരു സ്ഥാനത്തുള്ളത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛനിൽ നിന്ന് കേട്ട കാര്യം അദ്ദേഹം മനസ്സിലാക്കി മനസ്സിലിരുത്തി, അതിനുശേഷം അതിനെ അദ്ദേഹം കൂടുതൽ ആലോചിച്ച്, അല്ലെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന തിരിച്ചറിവുകളും എല്ലാം ചേർത്തിട്ടാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശുഖമുഖാദ് അമൃത ദ്രവസംയുതം. ശുകദേവ് ഗോസ്വാമിയുടെ തിരുമുഖത്തിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ മാധുര്യം കൂടി എന്നുള്ളത്. കാര്യം അതിനകത്ത് ശുകദേവ് ഗോസ്വാമിയുടെ പരിശുദ്ധ ഭക്തിയും അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവുകളും എല്ലാം കൂടെ ഉണ്ട്. അത് വ്യാസദേവൻ പറയുന്നത് കേട്ടു, അത് മാത്രം അല്ല, അതിനകത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നുമുണ്ട്. അതാണ് അതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള, അതിൻ്റെ വളരെയധികം പ്രത്യേകത. ഇപ്പോൾ ഓൾറെഡി ഭാഗവതം അധ്യാത്മദീപമാണ്, കൂട്ടത്തിൽ ശുകദേവ് ഗോസ്വാമിയുടെ തിരുമുഖത്തിൽ നിന്നും കൂടെ വരുമ്പോൾ എന്തായി അതിൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് ഇത്രയും മാധുര്യമുള്ളത് ഭാഗവതത്തിന്. ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്കൊന്നും ഭാഗവതം പ്രവേശിക്കുക പോലുമില്ല. കാര്യം കഠിന ഹൃദയക്കാരാണ് നമ്മളെല്ലാവരും. ഈ ലോകത്ത് ഇരുന്ന്, ഈ ഭൗതിക ലോകത്തിലിരുന്ന് ഇന്ദ്രിയ സുഖഭോഗങ്ങൾ ചെയ്ത് വളരെ മോശക്കാരായി മാറിയിരിക്കുകയാണ് നമ്മൾ. നമ്മുടെ ഹൃദയത്തിനൊരു അലിവ് തോന്നണമെങ്കിൽ, ഒരു ചെറുതായിട്ടൊന്ന് അത് മെൽറ്റ് ചെയ്യണമെങ്കിൽ, അലിയണമെങ്കിൽ അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കണം. അത്ര പെട്ടെന്നൊന്നും മെൽട്ടാവില്ല. നമ്മുടെ ഹൃദയം ഇപ്പം മെൽട്ടായി എന്നല്ല പറയുന്നത്, മെൽട്ട് ആവാനുള്ള അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആരും ഇവിടെ ഇരിക്കില്ല. ആഴ്ചയിൽ 3 ദിവസം നമ്മൾ ഭാഗവതം പഠിക്കാൻ വേണ്ടി ഇരിക്കില്ല. എന്തോ ചെറുതായിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ എല്ലാ ക്രെഡിറ്റും ശുകദേവ് ഗോസ്വാമിക്കാണ്. അതേപോലെ വ്യാസദേവനും ശുകദേവ് ഗോസ്വാമിക്കും നമ്മുടെ ആചാര്യന്മാർക്കും. കാര്യം അവരുടെ ഉള്ളിൽ ഭാഗവതവും അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ റിയലൈസേഷൻസും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു ദ്രാവക രൂപത്തിലുള്ള സംഭവമാണ് നമ്മൾ കുടിക്കാൻ നോക്കുന്നത്. നമുക്കത് ദഹിക്കാനുള്ള ഒരു പ്രാപ്തി ആയിട്ടില്ല, എന്നാലും നമ്മൾ അറ്റ്ലീസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ശക്തി, അത്രയും ശക്തിയുണ്ട്. ശീലപ്രഭുപാദിയുടെ മനോഹരമായിട്ടുള്ള ഭാവാർത്ഥം അദ്ദേഹം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം എല്ലാ വേദങ്ങളുടെയും സാരമാണ് എന്നുള്ളതും, വേദാന്ത സൂത്രങ്ങളുടെ പരിഭാഷയാണ് അല്ലെങ്കിൽ ഭാവാർത്ഥമാണ് ശ്രീമദ് ഭാഗവതം എന്നുള്ളത് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. വേറെ ഒരു കാര്യം അദ്ദേഹം പറയുന്നു, ഈ ലോകത്ത് ഈ ഭൗതികവാദികൾ, ഈ ലോകത്തുള്ള ആളുകൾ സന്തോഷം തേടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? എല്ലാവർക്കും ആഗ്രഹം സന്തോഷിക്കണം, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം, ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം. അതാണ് ബ്രഹ്മാവ് മുതൽ ഒരു ഉറുമ്പിന് വരെയുള്ള ആഗ്രഹം ഹാപ്പി ആവണം എന്നുള്ളതാണ്. ആരും ആലോചിക്കുന്നില്ല എനിക്ക് ബുദ്ധിമുട്ട് വേണമെന്നോ പ്രശ്നങ്ങൾ വേണമെന്നോ ആരും ഉദ്ദേശിക്കുന്നില്ല. ചെറിയൊരു ഉറുമ്പ് പോലും അതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അത് പോയി മധുരമുള്ളത് കഴിക്കുന്നതും, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കഴിക്കാനുള്ളത് കിട്ടുമ്പോൾ ഹാപ്പി ആവുന്നത്, അല്ലേ? അതേപോലെ ബ്രഹ്മാവാണ് കൂട്ടത്തിൽ നോക്കുമ്പോൾ എല്ലാ ജീവാത്മാക്കളിൽ വെച്ച് ഏറ്റവും ഹൈ പൊസിഷനിലിരിക്കുന്ന വ്യക്തി. ഇനി വളരെ ചെറിയൊരു ഉറുമ്പാണെങ്കിൽ ആവട്ടെ, കൃമി ആവട്ടെ, അവരും ഹാപ്പി ആവാൻ നോക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്തുകൊണ്ട്. പക്ഷേ ഇതിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. കാര്യം ഇതെല്ലാം താൽക്കാലികമായിട്ടുള്ള സുഖങ്ങളാണ്. എന്തൊക്കെ സുഖമാണെങ്കിലും, എന്തൊക്കെ സുഖമാണ് നമുക്കിവിടെ കിട്ടുന്നത്, അതൊക്കെ താൽക്കാലികമായിട്ടുള്ളതാണ്. കാര്യം ഈ ലോകം ദുഃഖാലയമാണ്, ഭൗതിക ലോകം. അത് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ദുഃഖാലയം അശാശ്വതം. ഇവിടെ നമുക്ക് സന്തോഷം നോക്കിക്കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സന്തോഷവും ആനന്ദവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ അത് മനസ്സിലാക്കുന്നില്ല. പ്രഭുപാദ് ഇവിടെ വേറൊരു ഉദാഹരണം കൂടെ പറയുന്നുണ്ട്, മനോഹരമായിട്ടുള്ള ഉദാഹരണമാണ്. അതായത് ഒട്ടകത്തെക്കുറിച്ച്. ഒട്ടകം മുള്ള് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഒട്ടകത്തിന്. മുള്ളിൻ്റെ ചെടികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പുകളൊക്കെ ഒട്ടകം കഴിക്കും. ഒട്ടകം അത് കഴിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒട്ടകത്തിൻ്റെ വായിൽ അത് പൊട്ടുന്നു. കാര്യം മുള്ള് കടിച്ചാൽ ആരുടെ വായാണ് പൊട്ടാത്തത്? പൊട്ടിക്കഴിയുമ്പോൾ ചോര വരുന്നു. ആ ചോര കൂടെ മിക്സായിട്ട്, അത് മുള്ളും കൂടെ കടിച്ച് ചോരയും കൂടെ മിക്സായിട്ടാണ് അത് കഴിക്കുന്നത്. അപ്പോൾ ആ ഒട്ടകത്തിന് അതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമാണ്. ഒട്ടകം വിചാരിക്കുന്നു, ഒട്ടകത്തിന് അതുകൊണ്ട് മുള്ള് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, അതിൽ അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൻ്റെ ചോരയും കൂടെ ബ്ലഡും കൂടെ മിക്സ് ആവുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റാണ് ഒട്ടകത്തിന് ഇഷ്ടം. ഒട്ടകം വിചാരിക്കുന്നു ഇതിന് ടേസ്റ്റ് അങ്ങനെയാണെന്ന്. സംഭവിക്കുന്നത് അതിൻ്റെ വാ മുഴുവനും പൊട്ടുന്നുണ്ട്.
അത് തിരിച്ചറിയുന്നില്ല. ഇതേപോലെയാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ വിചാരിക്കുന്നു, ശരിക്കും വളരെ മനോഹരമായിട്ടുള്ള ഉദാഹരണം, അതിമനോഹരമായിട്ടുള്ള ഉദാഹരണം ശാസ്ത്രങ്ങൾ പറയുന്നതാണത്. പ്രഭുപാദ് ഇവിടെ പറയുന്നു, നമുക്ക് കാണിച്ചു തരുന്നു. അതേപോലെയാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ വിചാരിക്കുന്നു ഇത് ഒരുപാട് ടേസ്റ്റ് ഉള്ളതാണ് എന്നത്, എന്ത് ഇന്ദ്രിയ സുഖഭോഗങ്ങൾ ഈ ലോകത്തുള്ളത്. പക്ഷേ നമ്മളെ തന്നെ അത് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. നമുക്ക് തന്നെയാണ് അതിൻ്റെ കേട് സംഭവിക്കുന്നത്. കാര്യം കൂടുതൽ ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പുറകിൽ പോകുമ്പോൾ അത്രമാത്രം നമ്മൾ ഇവിടെ ബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, പെട്ടുപോകുന്നു. ഓൾറെഡി നമ്മൾ പെട്ടിരിക്കുകയാണ്, അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും പെടുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് നമ്മളിപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഭാഗവതം, ഹരിനാമം, ഭഗവത്ഗീത, ശാസ്ത്രങ്ങൾ, സത്സംഗങ്ങളൊക്കെ. പക്ഷേ വീണ്ടും നമ്മൾ പഴയ മാർഗം സ്വീകരിക്കുകയാണെങ്കിൽ ഈ ഒട്ടകത്തിൻ്റെ അവസ്ഥയാണ്. നമ്മൾ വിചാരിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് എന്താണ്? അവനവൻ്റെ ബ്ലഡും കൂടെ അതിനകത്തുണ്ട് ആ ടേസ്റ്റ്. അതായത് നമ്മൾ തന്നെ നമ്മുടെ കുഴി തോണ്ടുന്നു, എന്നിട്ട് വിചാരിക്കുന്നു സുഖമാണ് ഇവിടെ എന്നുള്ളത്. ഇതാണ് അവസ്ഥ. ഇതാണ് കർമ്മികളുടെ അവസ്ഥ. നമ്മളെല്ലാവരും ആ ഒരു കാറ്റഗറിയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും പ്രഭുപാദ ഓർമ്മിപ്പിക്കുകയാണ്, അതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. ഇതേപോലെ ഒട്ടകം പോലെ ആവരുത്. എന്താണോ നമ്മുടെ ആചാര്യന്മാരും ഗുരുജനങ്ങളും പറഞ്ഞു തരുന്നത്, ശീല വ്യാസദേവൻ, ശീല ശുകദേവ് ഗോസ്വാമി, ഇവരെല്ലാവരും നമ്മുടെ നന്മയ്ക്കായിട്ട്, നമ്മുടെ ക്ഷേമത്തിനായിട്ട്, എല്ലാവരെയും ഉദ്ധരിക്കാൻ വേണ്ടി, എല്ലാവരെയും ആധ്യാത്മിക പാതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു കാരുണ്യമാണ് നമ്മുടെ മുകളിൽ ഉള്ളത്. അവർക്കിത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ അവർ ഭഗവാന്റെ പരിശുദ്ധ ഭക്തരായതുകൊണ്ട് ഭഗവാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, നമ്മളെല്ലാവരും ഭക്തരായി കാണണമെന്ന്. ആ ഒരു കാര്യത്തിന് വേണ്ടി ഭഗവാനെ സഹായിക്കുന്നവരാണ് അവരെല്ലാവരും. അങ്ങനെ ഈ ഗുരുജനങ്ങളുടെയും ഇവരുടെ എല്ലാവരുടെയും ഗുരുപരമ്പരയുടെ മഹാകൃപ കൊണ്ട് നമുക്ക് ഇതിനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്നു. അതാണ് പറയുന്നത്. അപ്പോൾ ശീല ശുകദേവ് ഗോസ്വാമിക്ക് എല്ലാ സ്തുതികളും നമ്മളും കൊടുക്കുന്നു. കാര്യം ശുകദേവ് ഗോസ്വാമിയുടെ മഹാകൃപ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഭാഗവതം ഇവിടെ പഠിക്കുന്നത്. പിന്നീട് പ്രഭുപാദ് ഭാഗവതം പല ടൈപ്പ് ഓഫ് ആളുകൾ, അതായത് ഈ പല തരത്തിലുള്ള ജ്ഞാനികളുണ്ട്. ഈ ജ്ഞാനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വ്യാഖ്യാനങ്ങൾ, പല അർത്ഥങ്ങൾ ഭാഗവതത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ നോക്കുന്നു. അല്ലെങ്കിൽ ഭഗവത്ഗീതയാവട്ടെ, ശാസ്ത്രങ്ങളാവട്ടെ. അപ്പോൾ അതിൽ മായാവാദം കലർത്തിക്കൊണ്ടുള്ള പരിഭാഷകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ പ്രഭുപാദ് പറയുന്നുണ്ട്. അപ്പോൾ മായാവാദ പരിഭാഷയൊന്നും അത് ശരിയായിട്ടുള്ള ഒരു കൺക്ലൂഷൻ അല്ല ശാസ്ത്രങ്ങളുടെ. അത് നമ്മളെപ്പോഴും ഓർക്കണം. എന്താണ് മായാവാദം അല്ലെങ്കിൽ എന്താണ് ഈ ബ്രഹ്മവാദം എന്നുള്ളതൊക്കെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ശ്ലോകത്തിൽ വരുന്നുണ്ട്. അവിടെ എന്താണെന്ന് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. നമ്മളിതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. മായാവാദികൾ എന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്. മായാവാദികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുമുണ്ട് പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ. മായാവാദികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ആ ഒരു തത്വത്തിലുള്ള തെറ്റ് എന്താണെന്ന് വെച്ചാൽ, അവർ ആദ്യം പറയുന്നു ഭഗവാന് രൂപമില്ല എന്ന്, ബ്രഹ്മജ്യോതിയാണ് എല്ലാമെന്ന് പറയുന്നു. 2 പറയുന്നു ഭഗവാൻ ഭൗതിക ലോകത്തിൽ ഭഗവാൻ അവതാരമെടുത്ത് വരുമ്പോൾ ഭൗതികമായിട്ടുള്ളൊരു ശരീരം സ്വീകരിച്ചു വരുന്നു, അല്ലെങ്കിൽ ഈ മഹാമായയുടെ അധീനതയിൽ പെടുന്നു ഭഗവാനും. അപ്പോൾ അതിൻ്റെ അർത്ഥം ത്രിഗുണങ്ങളുടെ അധീനതയിൽ പെടുന്നു എന്ന്. അത് 2ാമത്തെ തെറ്റ്. 3ാമത്തെ ഒരു പ്രശ്നം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാനും ജീവാത്മാക്കളും തമ്മിൽ വ്യത്യാസമില്ല, രണ്ടും ഒന്നാണ്. അങ്ങനെയും അവർ പറയുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ വലിയൊരു അപരാധമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ആ മായാവാദം അല്ലെങ്കിൽ മായാവാദികളുമായിട്ടുള്ള സമ്പർക്കം വേണ്ട എന്നുള്ളതും മഹാപ്രഭുവും നമ്മളോട് എപ്പോഴും പറയാറുണ്ട്. കാര്യം മൊത്തത്തിൽ തലതിരിഞ്ഞിട്ടുള്ള തത്വങ്ങളാണ്. അതുകൊണ്ട് അത് അപരാധങ്ങളാണ്. ശരിക്കും ഭഗവാനെതിരെ ശരിക്കും ഒരു അപരാധം ചെയ്യുന്ന തുല്യമാണ്. ഭഗവാനെയും ജീവാത്മാവിനെയും ഒന്നായിട്ട് നമ്മൾ ഉപമിക്കുകയാണെങ്കിൽ, ഒന്നായിട്ട് കാണുകയാണെങ്കിൽ എന്താണ് അതിൽ തന്നെ പോയി. പിന്നെ ഭഗവാന് ഇത്രയും സുന്ദരമായിട്ടുള്ള രൂപമുള്ള ഭഗവാന് രൂപവും ഇല്ല എന്നും കൂടെ പറയുമ്പോഴോ എന്തായി? അപ്പോൾ അതാണ് മായാവാദത്തിൻ്റെ പ്രശ്നം. എന്നാൽ ശ്രീമദ് ഭാഗവതം അതുകൊണ്ട് കൂടുതൽ ഭാഗവതത്തിലെ ഭാഷ എഴുതിയിട്ടില്ല. ഭഗവത്ഗീത ഭാഷ എഴുതിയിട്ടുണ്ട്. കാര്യം ഭഗവത്ഗീതയിൽ ഒരുപാട് തത്വങ്ങളായതുകൊണ്ട് അവിടെ കുറേ ഇൻ്റർപ്രിട്ടേഷനിൽ ഒരുപാട് ആൾക്കാരെ അതിന് കമൻ്ററി എഴുതിയിട്ടുണ്ട്. എന്നാൽ ഭാഗവതം അധികം ആളുകൾ തൊട്ടിട്ടില്ല. കാര്യം ഭാഗവതം
നേരത്തെ നമ്മൾ പഠിച്ച പോലെ കൈതവ ധർമ്മങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ളതാണ് ഭാഗവതം. പരിശുദ്ധ ഭക്തിയുടെ ശ്രേണിയിലിരിക്കുന്നു. ഭഗവത്ഗീത അങ്ങനെയല്ല എന്നുള്ളതല്ല, പക്ഷെ ഭഗവത്ഗീതയിൽ തത്വങ്ങൾ കൂടുതലാണ്. എന്നാൽ ഭാഗവതത്തിൽ അത് തത്വങ്ങൾ എങ്ങനെയാണ് അത് ശരിക്കും പ്രാക്ടിക്കലി മനസ്സിലാവുന്നത്, അത് ലീലകളിലൂടെ ഇത് പ്രസൻറ്റ് ചെയ്യുന്നു. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ ശീല പ്രഭുപാദ് പറയുന്നു, അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ഒരു മരുന്നാണ്, അല്ലെങ്കിൽ ഒരു ടോർച്ചാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം നമ്മൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ശ്ലോകം 4 വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഞാൻ അംബിക മാതാജി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഹരേ കൃഷ്ണ. വിവർത്തനം വായിക്കട്ടോ മാതാജി പ്രഭു. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഭൗതികതയെ കീഴടക്കുവാനുള്ള ഭാഗവത പാരായണത്തിന് മുമ്പ് ഒരാൾ പരമദിവ്യോത്തമ പുരുഷനായ നാരായണനെയും നരോത്തമനായ നരനാരായണ ഋഷിയെയും വിദ്യാദേവിയായ സരസ്വതി മാതാവിനെയും ശ്രീമദ് ഭാഗവത രചയിതാവായ ശ്രീരവ്യാസദേവനെയും സാദരം പ്രണമിക്കണം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ ഈ ഒരു ശ്ലോകം വളരെ ഫേമസ് ആണ്. നമ്മൾ സാധാരണ ഭാഗവതം ക്ലാസ്സിന് മുമ്പൊക്കെ ചൊല്ലാറുള്ള ശ്ലോകമാണ്. മംഗളാചരണമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. മംഗളാചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളം, നമ്മൾ ചെയ്യുന്ന ആ ആത്മീയമായിട്ടുള്ള കാര്യം മംഗളകരമാവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് മംഗളാചരണം എന്ന് പറയുന്നത്. അപ്പം ക്ലാസ്സിന് മുമ്പ് നമ്മളെപ്പോഴും മംഗളാചരണം ചൊല്ലാറുണ്ട്. ഭാഗവതത്തിൻ്റെ മംഗളാചരണ ശ്ലോകങ്ങളിൽ ഒന്നാണ് ഈ ഒരു ശ്ലോകം. ഈ ശ്ലോകം എന്താണ് പറയുന്നത്? ശ്രീമദ് ഭാഗവതം ചൊല്ലുന്നേക്കാളും അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം നമ്മൾ ചർച്ച ചെയ്യുന്നേക്കാൾ മുമ്പ് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കണം. പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ, അദ്ദേഹത്തിൻ്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഭഗവാൻ നാരായണനും കൃഷ്ണനും എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ നാരായണൻ, പിന്നെ നരോത്തമൻ, നരനാരായണ ഋഷി. നരനാരായണ ഋഷിയെ നരോത്തമൻ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഭഗവാന്റെ അവതാരം തന്നെയാണ്. പിന്നീട് സരസ്വതി ദേവി നമുക്കറിയാം, യുടെ അധിഷ്ഠാത്രിയായിട്ടുള്ള സരസ്വതി ദേവി. അതേപോലെ വ്യാസദേവനാണ് ഭാഗവതത്തിൻ്റെ രചയിതാവ്, അല്ലെങ്കിൽ വ്യാസദേവനാണ് ഭാഗവതം ക്രമീകരിച്ച് രൂപീകരിച്ച് അല്ലെങ്കിൽ അത് ചിട്ടപ്പെടുത്തി നമുക്ക് തന്നിട്ടുള്ളത്. അതാണ് അപ്പോൾ നമ്മൾ ആലോചിക്കും, ഭാഗവതം ശരിക്കും വ്യാസദേവനാണോ എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. വ്യാസദേവൻ ആക്ച്വലി ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാര്യം വ്യാസദേവൻ ഇത് കേട്ടിട്ടുള്ളത് ബ്രഹ്മാവിൽ നിന്നാണ്, നാരദമുനിയിൽ നിന്ന്. നാരദമുനി ബ്രഹ്മാവിൽ നിന്ന്, ബ്രഹ്മാവും ഭഗവാനിൽ നിന്ന്. അപ്പോൾ ഭഗവാനിൽ നിന്നാണ് വരുന്നത് ഭാഗവതം. എന്നാൽ അത് ചിട്ടപ്പെടുത്തി അതിനെ ക്രമീകരിച്ച് അതിനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ ഇങ്ങനെ ആക്കി, ഈ ഒരു ഗ്രന്ഥരൂപത്തിൽ ആക്കി തന്നിട്ടുള്ളത് വ്യാസദേവനാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ അതാണ് വ്യാസദേവനെ ഓത്തർ എന്ന് വിളിക്കും. ചില സ്ഥലങ്ങളിൽ അദ്ദേഹത്തെ കമ്പൈലർ എന്ന് വിളിക്കുന്നു. കമ്പൈൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ആക്ച്വലി അതിൻ്റെ മീനിങ് റൈറ്റ് ചെയ്തു, അത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളതല്ല. കമ്പൈൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ക്രമീകരിക്കുക എന്നുള്ള അർത്ഥം കൂടിയും അവിടെ വരുന്നുണ്ട്. വ്യാസദേവന് ഇത് സാധിക്കുകയുള്ളൂ. കാര്യം വ്യാസദേവൻ ഭഗവാന്റെ ശക്തിയാവേശ അവതാരമാണ്. അങ്ങനെ അദ്ദേഹമാണ് ഭാഗവതം ഇങ്ങനെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 4 പേഴ്സണാലിറ്റീസിനെയാണ് പറയുന്നത്. ഒന്ന് ഭഗവാനെ നമസ്കരിക്കുന്ന കാര്യം, ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം. 2 നരനാരായണ ഋഷി, 3 സരസ്വതി ദേവി, 4 വ്യാസദേവൻ. അതുകൊണ്ട് മംഗളാചരണം ചൊല്ലുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഭാഗവതം ക്ലാസ്സിന് മുമ്പ് മാത്രമല്ല മംഗളാചരണം പറയുന്നത് എന്താ വെച്ചാൽ, ഗുരു
ഭഗവാൻ, ഗുരു, വൈഷ്ണവർ, ഇവരെ 3 പേരെയും നമ്മൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് മംഗളകരമാവും. അതാണ് പറയുന്നത്. അത് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്. തീനേര സ്മരണ ഹോയെ വിഘ്ന വിനാശ്. അതായത് ഗുരു ആരെ തീൻ എന്ന് പറഞ്ഞാൽ 3 വ്യക്തികളെ, 1 ഭഗവാൻ, 2 ശ്രീ ഗുരു, 3 വൈഷ്ണവർ, അതായത് പരിശുദ്ധ ഭക്തർ. അപ്പോൾ ഈ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഭഗവാനുണ്ട്, നരനാരായണ ഋഷി, അദ്ദേഹത്തെ ഭക്തനായിട്ട് കാണാം, അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരം തന്നെയായിട്ട് കാണാം. സരസ്വതി ദേവിയുണ്ട്, ഭഗവാന്റെ വളരെ പ്രിയപ്പെട്ട സെർവൻ്റാണ്. കാര്യം ഈ വിദ്യ ദേവിയാണ്. അതേപോലെ വ്യാസദേവൻ, അദ്ദേഹം ഭഗവാന്റെ ഭക്തനാണ് എന്നും പറയാം, അദ്ദേഹത്തിൻ്റെ ശക്തിയാവേശ അവതാരമാണെന്നും പറയാം. അപ്പോൾ ഇവിടെ ഗുരുസ്ഥാനവും കൂടെയാണ് വ്യാസദേവന്. സരസ്വതി ദേവിക്കും വ്യാസദേവനും ഒക്കെ ആ ഒരു സ്ഥാനമുണ്ട് അല്ലേ. അപ്പോൾ ഗുരു, സാധു, അതേപോലെ ഭഗവാൻ, ഇവരെ 3 അവരെ ഓർത്തുകൊണ്ട് അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ആരംഭിക്കേണ്ടത്. അതാണ് മംഗളാചരണത്തിൻ്റെ ശരിയായിട്ടുള്ള ഒരു മീനിങ് തന്നെ. അപ്പം നമ്മുടെ മംഗളാചരണം നമ്മൾ ചെയ്യുന്ന മംഗളാചരണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്, ഭഗവാന്റെ ഭക്തരെ സ്തുതിക്കുന്നുണ്ട്. അവസാനം പിന്നെ വാഞ്ചാകൽപ്പതരൂപ്യശ്ച നമ്മൾ വൈഷ്ണവ പ്രണാമം ചെയ്യുന്നുണ്ട്. പ്രഭുപാദിൻ്റെ പ്രണാമന്ത്രം ചൊല്ലുന്നുണ്ട്. ഹരേകൃഷ്ണ മഹാമന്ത്രമുണ്ട് അല്ലേ, പഞ്ചതത്വ മന്ത്രമുണ്ട്. രാധാറാണിയെ സ്തുതിക്കുന്നു, കൃഷ്ണനെ സ്തുതിക്കുന്നു, മറ്റുള്ള എല്ലാ ഭഗവാന്റെ പാർശ്വതരെയും സ്തുതിക്കുന്നു, ആചാര്യന്മാരെ സ്തുതിക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കും, ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോഴോ മംഗളാചരണം ഇതുപോലെ ഫുൾ മംഗളാചരണം ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തൊരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ശില പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു, ശ്രീമദ് ഭാഗവതത്തിൻ്റെയും വേദങ്ങളുടെയും മഹാത്മ്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പറയുന്നു, ഈ ഒരു ഭൗതിക ലോകത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഭഗവാനുമായിട്ടുള്ള ആ ഒരു ഭഗവാനുള്ള ബന്ധം നമ്മൾ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അതിനെ സഹായിക്കുന്നതാണ്, അതിനുള്ള വഴിയാണ് ഭാഗവതം അല്ലെങ്കിൽ പുരാണങ്ങൾ എന്നുള്ളതാണ് ഇവിടെ ശില പ്രഭുപാദ് നമ്മളെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. പിന്നെ വേറൊരു കാര്യം പറയുന്നു, എല്ലാ മനുഷ്യരും ഒരേപോലെയല്ല. ചില ആളുകൾ സത്വഗുണത്തിലാണ്, ചില ആളുകൾ രജോഗുണത്തിലാണ്, ചിലവർ തമോ ഗുണത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് പുരാണങ്ങൾ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അല്ലേ. പുരാണങ്ങൾ എല്ലാ ഗുണത്തിലുള്ള ആളുകൾക്കും, അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ വേദങ്ങൾ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ എല്ലാ ഗുണങ്ങളുള്ള ആളുകൾക്കും കാറ്റർ ചെയ്യുന്ന തരത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കൽപ്പത്തരു എന്ന് പറയുന്നത്. എന്നാൽ അതിൽ വെച്ച് ശ്രീമദ് ഭാഗവതം സ്പെഷ്യലാണ്. കാര്യം അത് ഹൈന്ദവ ധർമ്മങ്ങളെ മറ്റുള്ള, അതായത് ഈ 3 ഗുണങ്ങളിൽ വരുന്ന 3 ഗുണങ്ങളുള്ള ആളുകളും അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്നല്ല ഭാഗവതം. ഭാഗവതം പരിശുദ്ധമാണ്, അമല പുരാണമാണ്. ശ്രീമദ് ഭാഗവതം പുരാണം അമലം പ്രേമപൂമർത്തോ മഹാൻ. ശ്രീ ചൈതന്യ മഹാപ്രഭു മതമിതം തത്രാതരാന പരഹ. ഇപ്പോൾ ശ്രീമദ് ഭാഗവതത്തെ മഹാപ്രഭു സ്തുതിക്കുന്നുണ്ട്. അതായത് ശ്രീമദ് ഭാഗവതം അമലപുരാണമാണെന്ന്. അമലപുരാണം എന്ന് പറഞ്ഞാൽ അമലം എന്ന് പറഞ്ഞാൽ മലം ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഒരു അശുദ്ധിയും ഇല്ലാത്തത്, സ്പോട്ട്ലെസ് ഇംഗ്ലീഷിൽ പറയും. അങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ അതാണ് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത്. ഈ ഏത് വേദങ്ങൾ, ഏത് ശാസ്ത്രങ്ങളും നമ്മൾ ഇപ്പോൾ വേറെ ഒരുപാട് പുരാണങ്ങളുണ്ട്, ഒരുപാട് ഉപനിഷത്തുകളുണ്ട്. ഇതൊന്നും നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല, അതിൽ എന്താണുള്ളത്, ഇനി 4 വേദങ്ങൾ, അതൊന്നും ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ എല്ലാത്തിൻ്റെയും സാരമാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതം പഠിക്കുന്നു, ഭഗവത്ഗീത പഠിക്കുന്നു, മതി. വേറെ ഒന്നും നമുക്ക് സാധിച്ചില്ലെങ്കിലും സാരമില്ല, വേറൊന്നും കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലെങ്കിലും സാരമില്ല. എല്ലാം അതിനകത്തുണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്. യെസ്. ശ്ലോകം 5. മുനയാ സാധു പൃഷ്ടോഹം ഭവദ്ഭിർ ലോകമംഗളം
യത് കൃതാ കൃഷ്ണ സംപ്രശ്നോ യേനാത്മാ സുപ്രസീദതി. ഓക്കെ, കുമാരി ശൈലജ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. മുനയാ സാധു പൃഷ്ടോ അഹം പവക്തിർലോകമംഗളം യത്കൃത കൃഷ്ണ സംപ്രശ്നോ യേനാത്മാ സുപ്രസീദതി. വിവർത്തനം. ശ്രീല പ്രഭുപാദർ കി ജയ്. അല്ലയോ മുനിമാരെ, നിങ്ങൾ എന്നോട് ആരാഞ്ഞവയൊക്കെ ഭഗവത് സംബന്ധിയാകയാൽ മൂല്യമുള്ളവയാകുന്നുവെന്ന് മാത്രമല്ല, അവയൊക്കെ ലോകക്ഷേമ സംഗത്യമുള്ളവയുമാകുന്നു. ഇവണ്ണമുള്ള അന്വേഷണങ്ങൾക്ക് മാത്രമേ ആത്മാവിനെ പൂർണ്ണ സംതൃപ്തനാക്കാൻ സാധ്യമാകുകയുള്ളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഇവിടെ പറയുന്നു, സൂത ഗോസ്വാമി സന്തോഷത്തിലാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ ചോദ്യം ഒരുപാട് മനോഹരമായിട്ടുള്ള ചോദ്യങ്ങളാണ്. കാര്യം ഇതെല്ലാം ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. മാത്രമല്ല, ലോകത്തിലെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. വളരെ റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്. ലോകക്ഷേമത്തിന് വേണ്ടി ഉള്ള ചോദ്യങ്ങളാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമേ, എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമേ, അതായത് സുപ്രസീദതി, ഏനാത്മാ സുപ്രസീദതി, അതായത് ആത്മീയ തലത്തിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സംതൃപ്തി തരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചോദ്യങ്ങളുടെ ഉത്തരവും ഉത്തരങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ ആത്മീയ തലത്തിൽ നമുക്ക് സന്തോഷം തരുന്ന ചോദ്യങ്ങളാണ്. കാര്യം എന്താണ്? ഭഗവാനെക്കുറിച്ചുള്ളതാണ്, ഭഗവാനുമായിട്ട് സംബന്ധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത്. അതാണ് സൂത ഗോസ്വാമി അവരോട് പറയുന്നത്. അതിമനോഹരമായിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, യേനാത്മാ സുപ്രസീദതി, എല്ലാവർക്കും ഒരു സംതൃപ്തി കൊടുക്കുന്ന ചോദ്യങ്ങളാണ് ഇത് എന്നുള്ളത്. ശില പ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭാഗവതം പരമസത്യം, പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനെക്കുറിച്ചുള്ളതാണ്. പരമദിവ്യോത്തമ പുരുഷനാണ് ഭഗവാൻ കൃഷ്ണൻ. കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ളത് നമുക്ക് പല സ്ഥലങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ ഒരുപാട് ശ്ലോകങ്ങളിലായിട്ട്, ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ളത്. ഭഗവത്ഗീതയിൽ അദ്ദേഹം പറയുന്നു, വേദങ്ങൾ എല്ലാം ഞാനാണ് എഴുതിയിട്ടുള്ളത്. വേദാന്തകൃത് വേദവിദേഹ ചഹം സർവസ്യ ചഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതിർ ജ്ഞാനം അപോഹനം ച വേദേശ്ച സർവേർ അഹം ഏവ വേദ്യോ വേദാന്തകൃത് വേദ വിദേഹ ചഹം. വേദങ്ങൾ തന്നിട്ടുള്ളത് എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലാതെ വേദങ്ങളുടെ പർപ്പസ് വേറെ ഒന്നുമല്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള പുരാണങ്ങളും മറ്റുള്ള വേദങ്ങളും, അതായത് തമോ ഗുണങ്ങളുള്ള ആളുകൾക്കും രജോ ഗുണത്തിലുള്ള ആളുകൾക്കും അത് സത്വഗുണത്തിലുള്ള ആളുകൾക്കും അവരെ ഗ്രാജുവലി പടിപടിയായിട്ട് ശുദ്ധഭക്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വേദങ്ങളുള്ളത്, വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ ഉള്ളത്, അല്ലേ? എന്നാൽ അമലപുരാണമായിട്ടുള്ള ഭാഗവതം ഡയറക്റ്റ്ലി പരിശുദ്ധ ഭക്തിയെക്കുറിച്ച് മാത്രം പറയുന്നു. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പോൾ ഏത് എടുത്താലും, വേദങ്ങൾ മൊത്തത്തിലെടുത്താലും, മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിലും, വേദങ്ങളുടെ ഒരേ ഒരു ഉദ്ദേശം എന്താണ്? അവസാനം ഭഗവാനിലേക്ക് എത്തിക്കണം. അതാണ് ഉദ്ദേശം, അല്ലാതെ വേറെ ഒന്നുമല്ല. സ്വർഗത്തിലേക്ക് പോകാമെന്നുള്ളതും അവിടെ പോയി എൻജോയ് ചെയ്യാമെന്നുള്ളതും ഒക്കെ അത് വേദങ്ങളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, കർമ്മകാണ്ഡ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ വേദങ്ങളുടെ ഉദ്ദേശം അതല്ല. അറ്റ്ലീസ്റ്റ് ഒന്നുമില്ലാത്ത ആളുകളെ എന്തെങ്കിലും സ്വർഗലോകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഓസ്റ്ററിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു തപസ്യകൾ അവരെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് തന്നിട്ടുള്ളത്. കാര്യം അവർക്ക് പരിശുദ്ധ ഭക്തിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. നമ്മളെപ്പോഴും പറയുന്ന ഉദാഹരണം പോലെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെയും സിലബസ് വ്യത്യാസമുണ്ട്. ഒരേ സിലബസ് എല്ലാവർക്കും വർക്കാവില്ല. അവരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ടുള്ള സിലബസ് കൊടുക്കണം. അതേപോലെയാണ് കാര്യങ്ങൾ. ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷനാണ്. കാര്യം എന്താണ്? പരിശുദ്ധ ഭക്തി. അത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി വേണം. തമോ ഗുണികളായിട്ടുള്ള ആൾക്കാർക്ക് ഭാഗവതം പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കാര്യം ഇന്ദ്രിയ സുഖഭോഗങ്ങളും അങ്ങനെ തമോ ഗുണിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നടക്കുന്ന ആളുകൾക്ക് ഇതൊന്നും ഏശില്ല, മനസ്സിലാക്കാൻ സാധിക്കില്ല. കാര്യം അവരുടെ കപ്പാസിറ്റിയിൽ വരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് അവരെ പതുക്കെ അറ്റ്ലീസ്റ്റ് ചെറിയ രീതിയിൽ അവരെ ഉയർത്തി കൊണ്ടുവന്ന് അവസാനം ഈ ഒരു പരിശുദ്ധ ഭാഗവതത്തിലേക്ക്
അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ വേദങ്ങളുടെ ഉദ്ദേശം അതുകൊണ്ട് ഭഗവാനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രഭുപാദ് പറയുന്ന കാര്യം. പിന്നീട് അദ്ദേഹം പറയുന്നു, ഈ ലോകം മുഴുവനും ചോദ്യങ്ങളും ഉത്തരങ്ങളും നിറഞ്ഞിട്ടുള്ള ലോകമാണ്. ഈ ലോകത്ത് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ പറയുന്നു, പക്ഷികളാവട്ടെ, മൃഗങ്ങളാവട്ടെ, മനുഷ്യരാവട്ടെ എല്ലാവരും ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഉത്തരങ്ങളും ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട്, ഒരുപാട് ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമാണ് ഈ ലോകം മുഴുവനും. അത് ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രഭുപാദ് പറയുന്നു, എന്നിട്ട് ഇവിടെ പറയുന്നു ഈ പക്ഷികളുടെ കാര്യം. പക്ഷികൾ അവർക്ക് ഒരുപാട് ചോദ്യം എന്ന് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ സംശയങ്ങളാവാം, നമ്മുടെ ആദികളാവാം, പല പല ചിന്തകളാവാം, അതേപോലെ പല സൊല്യൂഷൻസും ആൻസറുകളും എല്ലാം. അപ്പോൾ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ആണ്. ഇപ്പോൾ ഒരാൾ നമ്മൾ രണ്ടുപേരും നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അതിൽ പല ചോദ്യങ്ങളുണ്ടാവും, പല ഉത്തരങ്ങളുണ്ടാവും, അല്ലേ? അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ ലോകം, പ്രഭുപാദ് പറയുന്നു. എന്നാൽ ശരിയായിട്ടുള്ള ചോദ്യം, ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? ഭഗവാനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ശരിയായിട്ടുള്ള ചോദ്യങ്ങൾ. ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതായിരിക്കണം പെർഫെക്റ്റ് ചോദ്യങ്ങൾ. പ്രഭുപാദിനൊരു പുസ്തകമുണ്ട്, പെർഫെക്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട്. പെർഫെക്റ്റ് ചോദ്യങ്ങളാവുന്നത് എപ്പോഴാണ്? ഭഗവാനെക്കുറിച്ചാണോ സബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ പല ന്യൂസ് ചാനലിലും ഒരു ഡിബേറ്റിലിരുന്ന് അല്ലെങ്കിൽ ഒരാളോട് ചോദിക്കുന്ന ചോദ്യങ്ങളല്ല ഇത്. അത് ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സിനിമ സെലിബ്രിറ്റിയോട് കുറേ ഇൻ്റർവ്യൂ ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. അവിടെ ഭഗവാൻ ഇല്ല, അവിടെ ആ വ്യക്തികളും അവരവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സംഭവമല്ല. എന്നാൽ ഭഗവാനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണെങ്കിൽ അത് പെർഫെക്റ്റ് ചോദ്യങ്ങൾ. അപ്പോൾ ആ ചോദ്യങ്ങളാണ് ഇവിടെ പറയുന്ന പോലെ എല്ലാവരുടെയും ഹൃദയത്തിൽ സന്തോഷം കൊടുക്കുന്നത്. കാര്യം ആത്മാവ് എന്ന് പറയുന്നത് ആത്മീയ തലത്തിലുള്ള ആനന്ദമാണ് ശരിക്കുമുള്ള ആനന്ദം. ജഡ ആനന്ദം, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കിട്ടുന്ന ആനന്ദം പെർമനൻ്റ് അല്ല. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ചെറുപ്പപ്രായമാവുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഇന്ദ്രിയ സുഖങ്ങൾ പലതും പ്രായമാവുമ്പോൾ ഇല്ലാതെയാവും നമുക്ക്. കാരണം എന്താണ്? നമ്മുടെ ബോഡി അതിന് വഴങ്ങാതെയാവും കുറച്ച് കഴിയുമ്പോൾ. അതായത് ഒന്നും പെർമനൻ്റ് ഇല്ല ഈ ലോകത്ത്, എല്ലാം മാറിക്കൊണ്ടിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഭൗതിക തലത്തിലുള്ളത്. എന്നാൽ ആത്മീയ തലത്തിലുള്ളത് ശാശ്വതമാണ്. അത് ചെറിയ കുട്ടി മുതൽ പ്രായമായിട്ടുള്ള ഒരു വ്യക്തി, രണ്ടുപേർക്കും ആത്മീയ തലത്തിലുള്ള ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആണ്, പെർമനൻ്റ് ആണ്. അതൊരിക്കലും നശിക്കുന്നില്ല. മറ്റുള്ള ഇന്ദ്രിയങ്ങളുടെ പോലെ കണ്ണ് കാണാതെയാവുമ്പോൾ, പ്രായമായി കണ്ണ് കാണാതെയാവുമ്പോൾ പിന്നെ ഈ കണ്ണിൽ നിന്ന് നമ്മൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ കാണുക എന്ന് പറയുമ്പോൾ അതിൽ നിന്നൊരു ഇന്ദ്രിയ സുഖം കിട്ടുന്നുണ്ടായിരുന്നു, അത് പോയി. കാര്യം കാഴ്ചയില്ല, പിന്നെ എന്ത് സുഖമാണ്? ചെവി, അതേപോലെ കേൾവി പോയി എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് കേൾക്കാനാണ് നമുക്ക് പറ്റുന്നത്? അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം പോയി അവിടെ. അതേപോലെ ഓരോ അവയവങ്ങളും എടുത്ത് നോക്കിക്കോളൂ, ഓരോ ഇന്ദ്രിയങ്ങളും എടുത്ത് നോക്കിക്കോളൂ. വർക്ക് ചെയ്യാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വല്ല പ്രയോജനമുണ്ടോ? എന്നാൽ ആത്മീയ തലത്തിൽ ഇതൊന്നും വേണ്ട, ചെവിയും കേൾക്കണ്ട, കണ്ണും കാണണ്ട, ഒന്നും വേണ്ട. ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ടെങ്കിൽ ആത്മീയ തലത്തിലുള്ള ആനന്ദം ഉണ്ടാവും. അതാണ് കാര്യം. നമ്മുടെ ആക്ച്വൽ ഐഡൻറ്റിറ്റി ശരീരമല്ല എന്നുള്ളതാണ് അവിടെ ഒന്നും കൂടെ തെളിയിക്കുന്നത്. നമ്മളെല്ലാവരും ജീവാത്മാക്കളാണ് എന്നുള്ളതാണ് അതിൽ നിന്നുള്ള സാരം. കാര്യം ജീവാത്മാക്കളായിട്ടുള്ള നമുക്ക് ആനന്ദം കിട്ടുന്നത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ്. അപ്പോൾ അതാണ് പ്രഭുപാദ് ഇവിടെ ഒന്നും കൂടെ പറയുന്ന കാര്യം. പിന്നീട് പറയുന്നു ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച്. ഭഗവാൻ കൃഷ്ണൻ എല്ലാവരുടെയും നാഥനാണ്, സുഹൃത്താണ്, അച്ഛനാണ്, മകനാണ്, എല്ലാമാണ്. അതേപോലെ കാമുകനാണ്, ഭർത്താവാണ്. അങ്ങനെ പല രീതിയിൽ പല ഭാവത്തിൽ ഭഗവാന്റെ ഭക്തർ കൃഷ്ണനെ കാണുന്നു. അപ്പോൾ എല്ലാ രീതിയിലും, അതായത് എങ്ങനെയാണോ നമ്മൾ ഏത് ഭാവത്തിലാണോ ഭഗവാനെ സ്നേഹിക്കുന്നത് ആ ഭാവത്തിൽ ഭഗവാൻ തിരിച്ച് ആ ഭക്തർക്ക് സന്തോഷം കൊടുക്കാൻ, റെസിപ്രോക്കേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇതേപോലെ വേറെ ആർക്കെങ്കിലും സാധിക്കുമോ? ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ പൂർണ്ണ സംതൃപ്തരാകുന്നു ഭഗവാനുമായിട്ടുള്ള റിലേഷൻ നമ്മൾ കൊണ്ടുവരുമ്പോൾ. അല്ലാതെ വേറെ ഈ ലോകത്ത് ഒരു മാർഗവുമില്ല സന്തോഷം ഉണ്ടാവാൻ. നമ്മൾ വിചാരിക്കുന്ന സന്തോഷങ്ങളൊന്നും സന്തോഷങ്ങളേ അല്ല. അതൊക്കെ താൽക്കാലികമായിട്ടുള്ള ചപ്പല സുഖം എന്ന് പറയും. ചപ്പല സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വന്നു പോയി കഴിഞ്ഞു. അതിന് ഒരു ശാശ്വതമായിട്ടുള്ളൊരു സംഭവമല്ല. അതാണ് 5-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി 6-ാമത്തെ ശ്ലോകം വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകം പരോധർമ്മത്തെക്കുറിച്ച് പറയുന്നു. പരിശുദ്ധ ഭക്തി എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷൻ കൂടിയാണിത്. നോക്കാം. പരമമായിട്ടുള്ള ധർമ്മം എന്താണ്, ശുദ്ധഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്, ശുദ്ധഭക്തിയുടെ ഡെഫിനേഷൻ എന്താണ്, അതാണ് 1-2-6 പറയുന്നത്. സവൈ പുംസ പരോ ധർമ്മോ യദോ ഭക്തിരദോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. ബിജി മാതാജി ഉണ്ടോ? ഓക്കെ. ദേവു മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു ഉണ്ട്. ഓക്കെ സോറി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സവൈ പുംസ പരോ ധർമ്മോ യദോ ഭക്തിരതോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. ഹരേ കൃഷ്ണ. വിവർത്തനമായി ശ്രീല പ്രഭാത് കി ജയ്. വിവർത്തനം. അതീന്ദ്രിയനായ ഭഗവാനോടുള്ള ഭഗവത് ഭക്തിയുത സേവന പ്രാപ്തിയാണ് സമസ്ത മനുഷ്യരാശിയുടെയും പരമമായ തൊഴിൽ. ആത്മാവിനെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുവാൻ അത്തരം ഭക്തിയുത സേവനം അഹൈതുകവും നിർവിഘ്നവും ആയിരിക്കണം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു സവൈ പുംസാം പരോധർമ്മോ, പരമമായിട്ടുള്ള ധർമ്മമാണ് ഇവിടെ പറയുന്നത്. പരോധർമ്മം, പരമമായിട്ടുള്ള ധർമ്മം, അതായത് ഇതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി നമ്മുടെ ജോലി അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി, നാച്ചുറൽ ആയിട്ടുള്ളത്, ആർട്ടിഫിഷ്യൽ അല്ല. ഉദാഹരണത്തിന് ഉപ്പിൻ്റെ ധർമ്മമാണ് ഉപ്പ് രസം കൊടുക്കുക എന്നുള്ളത്. പഞ്ചസാരയുടെ ധർമ്മമാണ് മധുരം കൊടുക്കുക എന്നുള്ളത്. അതുപോലെ ഭഗവാന്റെ അംശങ്ങളായിട്ടുള്ള ജീവാത്മാക്കൾ, നമ്മുടെ ജോലിയാണ്, ധർമ്മമാണ് ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. സിമ്പിൾ. ഇതാണ് ധർമ്മം. അപ്പോൾ പരോധർമ്മം എന്ന് പറയുമ്പോൾ പരമമായിട്ടുള്ള ധർമ്മം, പ്രത്യേകിച്ചും എല്ലാവരെയും സംബന്ധിച്ചുള്ള കാര്യമാണ് പറയുന്നത്. കാര്യം 2 ടൈപ്പ് ഓഫ് ധർമ്മമാണ് നമുക്കുള്ളത്. ഒന്ന് നൈമിത്തിക ധർമ്മം, ഒന്ന് നിത്യധർമ്മം. ഈ നൈമിത്തിക ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ധർമ്മം. അപ്പോൾ ഭഗവത്ഗീതയിൽ വേറൊരു വാക്കും കൂടെ പറയുന്നുണ്ട്, സ്വധർമ്മം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വധർമ്മം നമ്മൾ 2 തരത്തിൽ പറയും. ഒന്ന് സ്വധർമ്മം, പരോധർമ്മം ആയിട്ടുള്ള ഭക്തി. 2 താൽക്കാലികമായിട്ടുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസൊക്കെ. അതിനെ നൈമിത്തിക ധർമ്മം എന്ന് പറയും. അതായത് പെർമനൻ്റ് അല്ല, അത് മാറിക്കൊണ്ടിരിക്കും. ഈ ജന്മത്തിൽ നമ്മുടെ ധർമ്മം എന്താണോ, നൈമിത്തിക ധർമ്മം എന്താണോ, അത് മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ക്ഷത്രിയരായിട്ടാണ് അല്ലെങ്കിൽ ബ്രാഹ്മണരായിട്ടാണെങ്കിൽ ബ്രാഹ്മണർക്കായിട്ടുള്ള ധർമ്മം ഉണ്ടാവും വർണ്ണാശ്രമം പ്രകാരം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ അതേപോലെ ഇപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്, ഫാമിലിയോടുള്ള ഡ്യൂട്ടി, കുട്ടികളോട് അച്ഛനമ്മ. അപ്പോൾ ആ ഡ്യൂട്ടീസ് എല്ലാം ഉണ്ട്. അതെല്ലാം താൽക്കാലികമാണ്, ഈ ജന്മത്തിലുള്ളതാണ്. അടുത്ത ജന്മത്തിൽ മനുഷ്യജന്മം തന്നെ ഉണ്ടാവും നമുക്കറിയില്ല. പിന്നെ അതല്ല, മനുഷ്യജന്മം കിട്ടിയാൽ തന്നെ ആരായിരിക്കും ഭാര്യ, ആരാ ഭർത്താവ്, ആരാണ് കുട്ടികൾ, ഒന്നും നമുക്കറിയില്ല. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ നമുക്കറിയില്ല. അപ്പോൾ ധർമ്മം മാറിക്കൊണ്ടിരിക്കുന്നു, ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് താൽക്കാലികമാണ്. ഈ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം, നൈമിത്തിക ധർമ്മങ്ങളെല്ലാം താൽക്കാലികമാണ്. എന്നാൽ നിത്യധർമ്മം എന്ന് പറയുന്നതാണ് ജൈവധർമ്മം അല്ലെങ്കിൽ പരോധർമ്മം, പരമമായിട്ടുള്ള ധർമ്മം. ഇപ്പം നിത്യധർമ്മം എന്ന് പറയാം, ജൈവധർമ്മം എന്ന് പറയാം, അല്ലെങ്കിൽ പരോധർമ്മം എന്ന് പറയും. ഇതെല്ലാം എന്താണ്? ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. കാര്യം അത് ജീവാത്മാവിൻ്റെ ധർമ്മമാണ്, ശരീരത്തിൻ്റെ ധർമ്മമല്ല. മറ്റുള്ളത് നൈമിത്തിക ധർമ്മം ശരീരം സംബന്ധിച്ചിട്ടുള്ള ധർമ്മമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അത് ശരീര സംബന്ധമായിട്ടുള്ള ധർമ്മമാണത്. നമ്മുടെ മെയിൻ്റെനൻസ്, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൂടെയുള്ള ആളുകളുടെ മെയിൻ്റെനൻസും ഇതെല്ലാം അതിൽ പെടുന്നു. അപ്പോൾ പൂർണ്ണമായിട്ടും അത് താൽക്കാലികമായിട്ടുള്ള ധർമ്മങ്ങളാണ്. പരമമായിട്ടുള്ള ധർമ്മം നിത്യശാശ്വതമായിട്ടുള്ള ധർമ്മമാണ്. അതൊരിക്കലും മാറാൻ പോകുന്നില്ല. എല്ലാ ജീവാത്മാക്കളും, അത് കൃമിയുടെ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവായിക്കോട്ടെ അല്ലെങ്കിൽ ഉറുമ്പ് ആയിക്കോട്ടെ, അവർക്കും ധർമ്മമുണ്ട്. പക്ഷെ അവർക്ക് അറിയില്ല ധർമ്മം എന്താണെന്ന്. അത് അവരുടെ ശരീരത്തിൻ്റെ
ആ ഒരു പ്രകൃതി അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് എന്താ പരോധർമ്മം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ അവരുടെയും പരോധർമ്മമാണ് ഭക്തി. അപ്പോൾ ഈ പരോധർമ്മം തിരിച്ചറിയുന്നത് മനുഷ്യജന്മത്തിലാണ്. മൃഗങ്ങളായിട്ടിരിക്കുമ്പോൾ ഭഗവത്ഗീത ഭാഗവതം കേൾക്കാൻ അവർക്ക് സാധിക്കുമോ? പരോധർമ്മം തിരിച്ചറിയാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ആഹാര നിദ്ര ഭയം മൈഥുനം ച സാമാന്യം ഏതത് പശുപി നരാണാം ധർമ്മോഹി തേഷോ അധികോ വിശേഷോ ധർമ്മേന ഹീന പശുപി സമാനം. അതായത് ആഹാര, നിദ്ര, മൈഥുന സ്ത്രീ പുരുഷ ബന്ധം, 4 അതേപോലെ ഡിഫൻസ്, ഭയം. ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കൾ വരുമ്പോൾ നമ്മൾ തടയുന്നതും തടുക്കുന്നതും അല്ലെങ്കിൽ കലഹിക്കുന്നതും അടികൂടുന്നതും അല്ലെങ്കിൽ എന്താ പറയുക യുദ്ധം ആവട്ടെ, എന്ത് വേണമെങ്കിൽ ആവട്ടെ, ആരെങ്കിലും നമ്മളോട് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോൾ നമ്മൾ തടയുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ഡിഫെൻസീവ് മെക്കാനിസം മൃഗങ്ങൾക്കുണ്ട് മനുഷ്യർക്കും ഉണ്ട്. മൈഥുനം മൃഗങ്ങൾക്കുണ്ട് മനുഷ്യർക്കും ഉണ്ട്. കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് നമ്മളും കഴിക്കുന്നു അവരും കഴിക്കുന്നു, നമ്മൾ ഉറങ്ങുന്നു അവരും ഉറങ്ങുന്നു. പക്ഷേ വ്യത്യാസം എന്താണ്? ധർമ്മോഹി തേഷാം അധികോ വിശേഷോ. ധർമ്മം പാലിക്കുക എന്നുള്ളതാണ് അധികോ വിശേഷോ. ഇവരെ രണ്ടുപേരെയും, മൃഗങ്ങളെയും മനുഷ്യരെയും വേർതിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണ്? ധർമ്മം ചെയ്യുക. എന്ത് ധർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്? ആ ധർമ്മം പരമധർമ്മമാണ്. ധർമ്മേന ഹീന പശുപി നരാണം. ഈ അധർമ്മം ചെയ്തില്ലെങ്കിൽ, ഫോളോ ചെയ്തില്ലെങ്കിൽ പശുപി നരാണം. അതായത് പശുവും നര അല്ലെങ്കിൽ മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറയുവാണെങ്കിൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്യാത്ത ആളുകൾ ഈ ലോകത്തിലെ മനുഷ്യരെ എടുത്തോളൂ. ഭക്തി മാർഗത്തിലില്ലാത്തവർ അവർ ചെയ്യുന്ന എന്തൊക്കെ ധർമ്മമായിക്കോട്ടെ അതെല്ലാം ശരീരബോധത്തിലിരുന്നു കൊണ്ട് ചെയ്യുന്നതാണ്. ആത്മീയ ബോധത്തിലുള്ള ധർമ്മങ്ങളല്ല. അത് ആഹാര, നിദ്ര, ഭയം, മൈഥുനം ഈ 4 കാര്യങ്ങളെയും ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ശരിക്കും ഒന്ന് ചിന്തിച്ചാൽ അറിയാം. അങ്ങനെയാണ് അങ്ങനെയാണ് കാര്യം. ആളുകൾ ഓടുന്നു, കാലത്ത് മുതൽ രാത്രി വരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ, നല്ല രീതിയിൽ ഉറങ്ങാൻ, അതേപോലെ ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടി പൈസ വേണം. അപ്പോൾ ആ സമയത്ത് ആരെങ്കിലും ശത്രുക്കളോ നമുക്ക് പറ്റാത്ത ആളുകളും വന്നു കഴിഞ്ഞാൽ അടി കൂടുന്നു. അപ്പോൾ ആഹാരനിദ്ര ഭയം മൈഥുനം ഈ 4 കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളെ സംഭവിക്കുന്നുള്ളൂ അവിടെ. നേരെ മറിച്ച് ഭക്തിയുത സേവനങ്ങളിലേക്ക് ആളുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഭക്തി മാർഗത്തിലേക്ക് ആളുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടു. അപ്പോഴാണ് ശരിക്കും ഒരു മനുഷ്യനാവുന്നത്. ഇതാണ് പോയിന്റ്. മനുഷ്യ ജന്മം കിട്ടിയോണ്ട് ആവില്ല, മനുഷ്യനാവുന്നില്ല. ധർമ്മം ചെയ്യുമ്പോൾ, ഇവിടെ പറഞ്ഞ ധർമ്മം ചെയ്യുമ്പോൾ, ആഹാരനിദ്ര ഭയം മൈഥുനത്തെ മാറ്റിവെച്ച് പരധർമ്മം ചെയ്യുമ്പോഴാണ് മനുഷ്യനാവുന്നത്. ഇല്ലെങ്കിൽ പശുപി സമാനം. ഒരു വ്യത്യാസമില്ല. 2 കാലുകളേ ഉണ്ടാവുള്ളൂ. മനുഷ്യ രൂപമൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ ധർമ്മം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ജന്മം കൂടെ നമ്മൾ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കുള്ള റിമൈൻഡേഴ്സാണ് ഇതെല്ലാം ആക്ച്വലി. ഭാഗവതം ഇപ്പോൾ പഠിക്കുന്നു, ഭക്തിമാർഗത്തിലുള്ളവർ, നാമം ജപിക്കുന്നവരൊക്കെ നമ്മളെല്ലാവരും ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഈ മാർഗം വിടാതെ നമ്മൾ പിടിച്ചു നിൽക്കണം. അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പ്രഭുപാദും ഭാഗവതത്തിൽ ഉടനീളം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ്? നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കുക. എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവും, നടന്നോട്ടെ, സാരമില്ല. ഇനി മുന്നോട്ടുള്ളത് നമ്മുടെ കയ്യിലാണ്. അതാണ്. അപ്പോൾ അതാണ് പരോധർമ്മം. ഇനി അപ്പോൾ ഇവിടെ പറയുന്നു യഥോ ഭക്തി. അപ്പോൾ പരോധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? യഥോ ഭക്തി അധോക്ഷജ, ഭക്തിയാണെന്ന് പറഞ്ഞു. അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ്റെ പേരാണ് അധോക്ഷജൻ. ഒരുപാട് അർത്ഥങ്ങളുണ്ട് അധോക്ഷജൻ എന്ന് പറയുമ്പോൾ. നമ്മൾ അത് വേറൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. അപ്പോൾ അധോക്ഷജ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭഗവാനെയാണ്. യഥോ ഭക്തി അധോക്ഷജേ, ഭഗവാൻ പരമദൈവത്വം പുരുഷൻ ഭഗവാൻ കൃഷ്ണനോടുള്ള ഭക്തി, അതാണ് പരമധർമ്മം, പരമമായിട്ടുള്ള ധർമ്മം. ഇനി അതെങ്ങനെയായിരിക്കണം ഭക്തി? അഹൈതുകി അപ്രതിഹത. അഹൈതുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേതു ഇല്ലാത്ത. ഹേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണമില്ലാതെ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് പ്രതീക്ഷിക്കാതെ. സാധാരണ നമ്മൾ എങ്ങനെയായിരുന്നു? അമ്പലത്തിൽ പോകുന്നു, 10 രൂപയും കൊണ്ടുപോകുന്നു, ഭണ്ഡാരത്തിലിടുന്നു,
ചോദിക്കുന്നു 1,00,000 ലോട്ടറി അടിക്കാൻ എന്നെ സഹായിക്കണം ഭഗവാനെ. ചിലപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല, പക്ഷെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ലിസ്റ്റ് ഉണ്ടാവും. ഇത് കുട്ടികളുടെ പഠിപ്പ്, അസുഖങ്ങൾ മാറ്റിത്തരണം, ഭർത്താവിൻ്റെ ജോലി. അപ്പോൾ ഭർത്താവ് വേറെ കാര്യങ്ങളായിരിക്കും പോയി ചോദിക്കുന്നുണ്ടാവുക. 2 കൂട്ടരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്നു. വലിയൊരു ലിസ്റ്റുമായിട്ട് പോകുന്നു. 10 രൂപയും നമ്മൾ ഭണ്ഡാരത്തിലിടുന്നു, ചിലപ്പോൾ ഒരു വിളക്കൊക്കെ വെക്കും. അത്രയും ചെയ്യുന്നു. നമ്മൾ ചിലവാക്കുന്നത് 10 രൂപ, ചോദിക്കുന്നത് ഇത്രയും വലിയ ലിസ്റ്റും. എന്നാൽ ആ ലിസ്റ്റിലുള്ളതൊക്കെ ആത്മീയ തലത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടോ? അതുണ്ടെങ്കിൽ ഓക്കെ, ചോദിക്കുന്നില്ല. നൈമിത്തിക ധർമ്മമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് ധർമ്മം പോട്ടെ, ധർമ്മം പോയിട്ട് ഇന്ദ്രിയ ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ളതല്ല ഭക്തി. അഹൈതുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്ലീഷ്യവാപാദരതാം പിന്നിഷ്ടുമാദർശനാൻ മർമ്മഹതാം കരോത്തുവ യഥാ തഥാവോ വിതതാതുലം പടോ മത് പ്രാണനാഥസ്തു സേവനപരം. ശിഷ്ടാഷ്ടകത്തിൽ രാധാറാണിയുടെ ഭാവം പോലെ, അതായത് ഭഗവാനെ കൃഷ്ണ, എനിക്ക് പ്രത്യക്ഷപ്പെട്ടാലും അനുഗ്രഹിച്ചാലും എൻ്റെ കൂടെ വന്നാലും എന്നെ മറന്നാലും എൻ്റെ കൂടെ ഉണ്ടെങ്കിലും എന്താണെങ്കിലും എന്നെ താഴെ ചവിട്ടി അരച്ചാലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് അങ്ങയോടുള്ള ഭക്തി മാറില്ല. അത് എപ്പോഴും പെർമനൻ്റ് ആയിരിക്കും. അതായത് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നധനം നജനം ന സുന്ദരിം കവിതാംബ ജഗദീശ കാമയെ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാ ഭക്തിരഹായിത്തു ഗീത്വൈ. ധനം അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ജനങ്ങൾ, ഫോളോവേഴ്സും ഫാൻസുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. സ്ത്രീകൾ പുരുഷന്മാർ ഇതല്ല. 4 കവിത, അല്ലെങ്കിൽ ഒരുപാട് വലിയ പണ്ഡിതനാവണമെന്നോ വലിയ കവിയാവണമെന്നോ ഇതൊന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒരേ ഒരു ആഗ്രഹം എന്താണ്? മമ ജന്മനി ജന്മനീശ്വരേ ഭവതാ ഭക്തിർ അഹൈതുകി. അവിടെ അഹൈതുക വാക്ക് വരുന്നുണ്ട്. ഭവതാ ഭക്തിർ, അങ്ങയുടെ തൃപ്പാദങ്ങളിലുള്ള ആ അഹൈതുകമായിട്ടുള്ള ഭക്തി മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഭഗവാനെ. ചൈതന്യ മഹാപ്രഭു ശിഷ്ടാഷ്ടകത്തിൽ നമുക്ക് തന്നിട്ടുള്ളതാണ്, പ്രാർത്ഥനയാണ്. മഹാപ്രഭു പ്രാർത്ഥിക്കുന്നു, ആക്ച്വലി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണ്. അഹൈതുകമായിട്ടുള്ള ഭക്തി മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, വേറൊന്നും എനിക്ക് വേണ്ട. ഇതാണ് ഭക്തി, അഹൈതുകി എന്നുള്ള വാക്ക്. 2 അപ്രതിഹത. അപ്രതിഹത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായിട്ട്, അതിനൊരു അവസാനമില്ല. അതായത് അത് കണ്ടിന്യൂസ് ആയിട്ട്, ഇന്ന് ചെയ്തു നാളെ ചെയ്യുന്നില്ല, പിന്നെ ബ്രേക്ക് എടുത്തു മറ്റന്നാൾ ചെയ്തു, ഇങ്ങനെയല്ല ഭക്തി കണ്ടിന്യൂസ് ആയിട്ട് പോകേണ്ടതാണ്. ആഴ്ചയിൽ തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസം മാത്രമല്ല ഭാഗവതം, ക്ലാസ് 3 ദിവസം ഉണ്ടാവുള്ളൂ. പക്ഷേ അങ്ങനെ ആയിരിക്കരുത്. എന്നും നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഭാഗവതം നമ്മുടെ ലൈഫിൽ വരണം, എല്ലാ ദിവസവും നമ്മുടെ ലൈഫിൽ നാമം വരണം, ഇതെല്ലാം വേണം. അഹൈതുകമായിരിക്കണം. ഭക്തി ഒരിക്കലും എവിടെയും നിർത്താൻ പാടുന്നതല്ല. അഹൈതുകി അപ്രതിഹത, അതാണ് അപ്രതിഹത. അതായത് ഒരു ബ്രേക്ക് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ളത്. യയാത്മാ സൂപ്രസിദ്ധതി. അപ്പോൾ ഈ ഒരു ഭക്തി എന്താണ്? നേരത്തെ നമ്മൾ സൂപ്രസിദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. ആത്മാ സൂപ്രസിദ്ധി ഇതിനു മുമ്പുള്ള ശ്ലോകത്തിലും വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഹൃദയത്തിലെ ഹൃദയം അല്ലെങ്കിൽ ആത്മീയ തലത്തിലുള്ള ആനന്ദം നമുക്ക് കിട്ടുന്നത് ഇതിലൂടെ മാത്രമാണ്. അതാണ് ശീല പ്രഭുപാദ്ജി അദ്ദേഹം ഭാവാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് ഒരു 5 മിനിറ്റ് നമ്മൾ ചിലപ്പോൾ എക്സ്ട്രാ പോകുമായിരിക്കും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശീലസൂത ഗോസ്വാമി അങ്ങനെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ പറയുന്നു. അതാണ് സസ്പെൻസ്. ആക്ച്വലി ശ്ലോകം നമ്പർ 6ഉം 7ഉം, 6ാമത്തെ ശ്ലോകം അടുത്ത ശ്ലോകം, ഇത് രണ്ടും ചേർത്തിട്ടുള്ളതാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണ് എന്നുള്ളൊരു ചോദിച്ചിരുന്നു. അതിനുള്ള ആൻസറാണ് ഈ ശ്ലോകവും അടുത്ത ശ്ലോകവും 6ഉം 7ഉം. അതാണ് എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ള എന്താണ്? ഭക്തി. അഹൈതുകി അപ്രതിഹത പരോധർമ്മത്തെക്കുറിച്ച് യഥോ ഭക്തി രഥോക്ഷജെ അതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ളത്. ഇതിനപ്പുറത്തൊന്നുമില്ല. ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നുണ്ടോ, അതിനപ്പുറത്ത് ക്ഷേമം, ഇതിനപ്പുറത്ത് വേറെ എന്താണുള്ളത്? ഒന്നുമില്ല. ആളുകൾക്ക് വേണ്ടത് ഇതാണ്, ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. പിന്നീട് പ്രഭുപാദ് ഇവിടെ പറയുന്നു പ്രവൃത്തി മാർഗ നിവൃത്തി മാർഗ, അങ്ങനെ 2 കാര്യങ്ങളുണ്ട്. പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ ഭോഗങ്ങളുടെ വഴിയും,
നിവൃത്തി മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരക്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും മനുഷ്യർ നമ്മുടെ ജോലി, നമ്മുടെ ഉത്തരവാദിത്വമാണ്. പ്രവൃത്തി മാർഗമല്ല നമ്മുടെ ഉദ്ദേശം. പ്രവൃത്തി മാർഗം ഉദ്ദേശിക്കുന്നത് എൻജോയ്മെൻ്റാണ്. നിവൃത്തി മാർഗം, കാര്യം ഈ ഭൗതിക ഇന്ദ്രിയ ഭോഗങ്ങൾ, ഇന്ദ്രിയ സുഖഭോഗങ്ങൾ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ പുറകിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൽ നിന്ന് പുറത്ത് വരണം. അതാണ് ശരിയായിട്ടുള്ള വഴി. എന്നിട്ട് ആത്മീയ തലത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ആ ആനന്ദം നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. ബ്രഹ്മഭൂത പ്രസന്നാത്മ ന ശോചതി ന കാംക്ഷതി സമാ സർവേഷു ഭൂതേഷു. അപ്പോൾ ബ്രഹ്മഭൂത പ്രസന്നാത്മ, അവിടെയും പറയുന്നു ബ്രഹ്മഭൂത പ്രസന്നാത്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അതീന്ദ്രിയ തലത്തിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു ആനന്ദം ഉണ്ടാവും. വേറെ ഒന്നും നമുക്ക് പിന്നെ നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഭൗതിക ലോകത്തിലെ ഒരു ക്ലേശങ്ങളും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല. സർവദാ നമ്മൾ സംതൃപ്തരായിരിക്കും, ആനന്ദത്തിലായിരിക്കും. കാര്യം നമ്മൾ ആത്മീയ തലത്തിലായിരിക്കും നമ്മുടെ കോൺഷ്യസ്നെസ്. അപ്പം ഇതാണ്, ഈ ഒരു തലത്തിലേക്കാണ് നമ്മളെല്ലാവരും ഉയരേണ്ടത് എന്നുള്ളത് ഇവിടെ പ്രഭുപാദ് പറയുന്നു. പിന്നീട് വിരക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് പ്രഭുപാദ്. വിരക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ ഭോഗങ്ങൾ, അത് ചിലപ്പോൾ അതിനെ നമ്മൾ വിരക്തി എന്ന് പറയുന്നത് ആക്ച്വലി ഭക്തിയിലൂടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വിരക്തി നമുക്ക് കിട്ടും. എന്നാലും നമ്മളായിട്ട് വോളണ്ടിയർലി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇന്ദ്രിയങ്ങൾ ടെംപ്റ്റിംഗ് ആണ് എപ്പോഴും. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാളുടെ മുമ്പിൽ നല്ല മധുര പലഹാരം മുമ്പിലിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാതെ കഴിക്കാൻ പാടില്ല, അസുഖം ഉള്ള ആളുകൾക്ക് നല്ലതല്ല എന്നുള്ളത്. പക്ഷേ എന്നാലും നമ്മുടെ ഇന്ദ്രിയങ്ങൾ പറയും, മനസ്സ് കൈയിനോട് പറയും പോയി അതെടുക്കൂ എന്ന് പറയും. ആ സമയത്ത് നാവും പറയും യെസ് എനിക്കും ടേസ്റ്റ് ചെയ്യണം. അപ്പം മനസ്സും നാവും കൈകളും എല്ലാവരും കൂടെ പിന്നെ അതെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും ഒരുമിച്ച് വരും ഒറ്റക്കെട്ടായിട്ട്. പക്ഷേ ആ സമയത്ത് ബുദ്ധി നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ, അതുകൊണ്ടാണ് മനസ്സിൻ്റെ മുകളിലാണ് ബുദ്ധി വേണ്ടതെന്ന് പറയുന്നത്. ബുദ്ധിയിലാണ് നമുക്ക് തെളിയേണ്ടത് ശരിയും തെറ്റും. ബുദ്ധിയുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയെയും തെറ്റിനെയും തിരിച്ചറിയുക എന്നുള്ളതാണ് ബുദ്ധി. അപ്പോൾ അവിടെ ബുദ്ധി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, പ്രോപ്പറായിട്ടുള്ളൊരു ബുദ്ധി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ മനസ്സിൻ്റെ വിളി എന്താണോ അതനുസരിച്ച് കാര്യം ചെയ്യുന്നു. മനസ്സ് പറയുന്നു അതെടുത്ത് കഴിക്കാൻ. പക്ഷേ ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് ഇത് ഞാൻ കഴിക്കാൻ പാടില്ല, അസുഖം എൻ്റെ കൂട്ടും, ഇത് അസുഖം കൂടാനുള്ള വഴിയാണ്, അതുകൊണ്ട് ഞാനത് കഴിക്കില്ല. അപ്പോൾ ബുദ്ധി അവിടെ വർക്ക് ചെയ്താൽ നടക്കും, ഇല്ലെങ്കിൽ മനസ്സ് പറയുന്നത് കേൾക്കുന്നു. അപ്പം അവിടെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ കൈകൾ കൊണ്ട് നമ്മൾ ആ മധുര പലഹാരം എടുത്ത് വായ്ക്കകത്ത് നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ കൊണ്ടുവരണ വരെ നമ്മൾ സേഫാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം എന്താ ചെയ്യേണ്ടത്? കൈ അങ്ങോട്ട് പോവാതിരിക്കണം, അല്ലേ? മനസ്സിലുള്ള ചിന്ത കളയാൻ എളുപ്പമല്ല, സമയമെടുക്കും. മനസ്സിലിങ്ങനെ പല ചിന്തകളും വരും. അതെല്ലാം നമ്മൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലാണ് പ്രശ്നം. പല ചിന്തകളും നമ്മുടെ ലൈഫിൽ വരും. തെറ്റായിട്ടുള്ളതും ശരിയായിട്ടുള്ള ഒരുപാട് ചിന്തകൾ വരും. അത് ഈവൻ ഇനീഷ്യേഷൻ കഴിയട്ടെ 2ഉം 3ഉം എത്ര വലിയ സാധുവായി മാറിക്കഴിഞ്ഞാലും ചിലപ്പോൾ ചില പൂർവ്വ വാസനകൾ നമ്മുടെ ഉള്ളിൽ ചിന്തകളായിട്ട് വരും. അതിൽ നമ്മൾ ആക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. നേരെ മറിച്ച് വന്നോട്ടെ, ചിന്തകൾ വന്നോട്ടെ, അതിനെ അതിൻ്റെ വഴിക്ക് വിടുക. നമ്മുടെ എക്സ്റ്റേണൽ സെൻസസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. മനസ്സിൻ്റെ ചിന്തകൾ കുറച്ച് കഴിഞ്ഞാൽ പോവും. പിന്നെ കുറേ കഴിയുമ്പോഴായിരിക്കും അത് വരിക. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കില്ല, വേറെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യാതെ ഇന്ദ്രിയത്തെ നമ്മൾ പിടിക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു. അപ്പോൾ അജാമിളനെ പറ്റിയ തെറ്റതാണ്. അജാമിളൻ തെറ്റായിട്ടുള്ള കാഴ്ച കണ്ടു, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധി പ്രവർത്തിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇത് ശരിയല്ല, എനിക്ക് എൻ്റെ കോൺഷ്യസ്നസ് പോകുന്നുണ്ട്, ഇവിടെ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് അദ്ദേഹം കട്ട് ചെയ്തില്ല ചിന്തകളെ. അദ്ദേഹം അതിനെ മനസ്സിൻ്റെ വഴിക്ക് വിട്ടുകൊടുത്തു. അതുമാണ് അദ്ദേഹം തകർന്നത്. അപ്പോൾ ഇവിടെ പ്രഭുപാദ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, കുറച്ച് വിരക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വിരക്തി എന്ന് പറയുന്നത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യം കൂടെ ഉണ്ട്. ഓട്ടോമാറ്റിക്കലി ഭക്തിയിലൂടെ അത് വരും. കൂട്ടത്തിൽ നമ്മളായിട്ട് ചെയ്യേണ്ട കുറച്ച് തപസ്യകളുണ്ട്, അതെല്ലാം നമ്മൾ ചെയ്യണമെന്നുള്ളത് നമ്മളിവിടെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
പിന്നീട് പ്രഭുപാദ് ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ ധർമ്മത്തെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്തു ആദ്യമേ തന്നെ എന്താണ് ധർമ്മം എന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ജീവാത്മാക്കളാണ്. മമേ വംശോ ജീവലോകെ ജീവഭൂത സനാതനം. ഭഗവാന്റെ അംശങ്ങളായിട്ടുള്ള നമ്മളെല്ലാവരുടെയും ഒരു ധർമ്മം അല്ലെങ്കിൽ ഒരേ ഒരു ധർമ്മം ആണ് ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. ജീവരെ സ്വരൂപഹോയെ കൃഷ്ണേര നിത്യദാസ്. ഭഗവാന്റെ നിത്യദാസരാണ് നമ്മളെല്ലാവരും, സേവകരാണ്. ആ ഭഗവാനെ സേവിക്കുകയാണ് നമ്മുടെ പരോധർമ്മം. അപ്പോൾ അതാണ് ഭക്തിയുത സേവനങ്ങൾ. ആ പരോധർമ്മമാണ് ഭക്തിയുത സേവനങ്ങൾ. കാര്യം ഭഗവാനെ സേവിക്കുന്ന വഴികളാണിതെല്ലാം. ശ്രവണം, കീർത്തനം, സ്മരണം, ഇതെല്ലാം ഭഗവാനെ സേവിക്കലാണ്, ഭഗവാന്റെ സേവനങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗവത പഠനം ഇതിൽ വരുന്നു. പരോധർമ്മമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും ആലോചിച്ച് വേണ്ട. ഈ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത് വലിയൊരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ. നാമജപത്തിന് വേണ്ടി മാറ്റിവെക്കിയത് പോലെ ഭാഗവതം കേൾക്കുവാനും പഠിക്കുവാനും ചർച്ച ചെയ്യാനും വേണ്ടി മാറ്റിവെക്കുക. എല്ലാ ദിവസവും അപ്രതിഹത, എല്ലാ ദിവസവും 7 ദിവസം വേണം. 7 ദിവസം നമുക്കിന്ന് പ്ലസ് ഇവിടെ ഭാഗവതം സാധിക്കുന്നില്ല, പക്ഷേ എന്നാലും 3 ദിവസം ചെയ്യുന്നു. ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്രതിഹത, തടസ്സമില്ലാതെ അഹൈതുകമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ഭക്തിയുത സേവനങ്ങൾ, ഒന്നും പ്രതീക്ഷിക്കാതെ ഭഗവാനുള്ള സ്നേഹം മാത്രം, അതാണ് ഭക്തി. ഭക്തിയുടെ ഡെഫിനേഷനാണ് ലവ്, പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ലോകത്തുള്ള പ്രേമത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അത് ആത്മീയ തലത്തിലുള്ള ഭഗവാനുമായിട്ടുള്ള സ്നേഹബന്ധമാണ്. അവിടെ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷയില്ല, അങ്ങോട്ട് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതാണ് പരിശുദ്ധ ഭക്തി. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ 7ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ നാളെ പഠിക്കാം. ശ്രീല പ്രഭുപാദ് കി ജയ, ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ, സമവേത ഗൗര ഭക്തവൃന്ദി കി ജയ, ഗൗഡീയ ഗുരുവൃന്ദി की जय, श्री शशिनंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय. जय जय श्री राधेश्याम. थैंक यू प्रभु जी. हरे कृष्णा. ഹരേ കൃഷ്ണ. हरे कृष्णा പ്രഭുജി. എന്തെങ്കിലും സംശയം कृष्णा प्रभु जी. कृष्णा प्रभु. സംശയമുണ്ടോ? പ്രഭു സംശയമുണ്ട് പ്രഭു. ഹരേ കൃഷ്ണ. മായാവാദം അവര് പറയുന്നു ജീവാത്മാക്കളും ഭഗവാനും ഒന്നാണ്. അപ്പം ശബരിമലയിലെ തത്വമസി പറയുമ്പോ അത് ഞാനാകും. അതും തമ്മിൽ എന്താണ് പ്രഭു? അവിടെയും ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അത് ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അവിടെ ഒരു മായാവാദം വരുന്നുണ്ട്. സോ തത്വമസി ഞാൻ അതാവുന്നു എന്ന് പറയുന്നു. 2 തരത്തിൽ അത് മനസ്സിലാക്കാം. ഒന്ന്, ഞാൻ ഭഗവാന്റെ അംശമാണ് എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ ഓക്കെ. എന്നാൽ ഞാൻ അതാവുന്നു എന്ന് പറയുമ്പോൾ, ഞാനും ഭഗവാനും ഒന്നാണെന്ന് പറയുമ്പോൾ അവിടെ മായാവാദമായി. ഇപ്പം നമുക്ക് ഭഗവാന്റേതായിട്ടുള്ള ക്വാളിറ്റീസ്, അതായത് സച്ചിദാനന്ദം എന്ന് പറയുന്ന ക്വാളിറ്റികൾ ഭഗവാന്റെയാണ്. സച്ചിത് ആനന്ദം, അതിൻ്റെ ഒരു അംശം, നമ്മൾ ഭഗവാന്റെ അംശമായതുകൊണ്ട് ആ ക്വാളിറ്റികൾ കുറച്ച് നമുക്കുണ്ട്. അതിനുള്ള ഉദാഹരണം പറയുന്നത്, നമ്മൾക്കൊരു ഉദാഹരണം പറയാൻ പറ്റുന്ന സമുദ്രത്തിലെ വെള്ളം മുഴുവനും ഉപ്പുരസമുള്ള വെള്ളമാണ് അല്ലേ. സമുദ്രം മൊത്തം എടുത്താലും, ഒരു ഡ്രോപ്പ് സമുദ്രജലം എടുത്താലും 2ലും ഉപ്പുരസമുണ്ട്. നമ്മൾ ലാബിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ അത് 2ഉം H2O എന്ന് പറഞ്ഞ കമ്പോണൻ്റ് ആണെന്ന് പറയും. 2നും ഉപ്പുരസമുണ്ട്. അപ്പോൾ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ കുറച്ച് റിലേഷനുണ്ട് അല്ലേ, ഉപ്പുരസമുണ്ട് 2നും. പക്ഷെ ക്വാണ്ടിറ്റി നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. അതേപോലെയാണ് ഭഗവാൻ സച്ചിദാനന്ദമാണ്, ഭഗവാൻ പൂർണ്ണ ഐശ്വര്യവാനാണ്, അദ്ദേഹത്തിന് ഷഡൈശ്വര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ചെറിയൊരു കണിക ഉണ്ടാവും, അംശമായതുകൊണ്ട് മാത്രം. പക്ഷെ അതിൻ്റെ അർത്ഥം ഒരിക്കലും ഒന്നാവുന്നില്ല. അപ്പോൾ തത്വമസി എന്ന് പറയുന്നത് ശരിക്കുമുള്ള അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഞാൻ അതാവുന്നു എന്ന് പറഞ്ഞാൽ ഞാനും ആത്മാവാണ് അല്ലെങ്കിൽ ഭഗവാന്റെ അംശമാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ അതൊക്കെ പെർഫെക്റ്റ് ആണ്. അല്ലെങ്കിൽ ഞാൻ അത് തന്നെയാണെന്ന് പറഞ്ഞാൽ അവിടെ മായാവാദമായി. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. അതുപോലെ ഭാഗവതമില്ലാത്ത ഭക്തജനങ്ങൾ, ഇത് വർഷങ്ങളോളം നമ്മുടെ ഈ പ്രോഗ്രാം നീണ്ടുപോകും. ഭാഗവതം വേണമെന്നുള്ളവർക്ക് ഇൻസ്റ്റാൾമെന്റ് സ്കീമിൽ നമുക്ക് ഈ പത്തനാഭ ഗ്രൂപ്പ് സഹായിക്കുന്നുണ്ട്. എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം ശുഭരാത്രി, ശുഭദിനം. നാളെ വീണ്ടും ഇതേ സമയത്ത് തന്നെ കണ്ടുമുട്ടാം. പഞ്ചകൽപ്പ തരൂപേച്ച കൃപാ സിന്ധുപേവച പതിദാനാം വൈഷ്ണവേഭ്യോ നമോ നമഃ. अनेकोटि वैष्णव वृंद की हरिनाम संकीर्तन के हरे कृष्ण महामंत्र की शिला प्रभुपाद की जय. श्री आनंद वचनाभ स्वामी की जय. हरे कृष्ण. दंडवत प्रणाम. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. നമോ ഭഗവതി. പ്രഭു ഹരേ കൃഷ്ണ.